ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ ഒരാഴ്ചയിൽ നമുക്ക് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ ദൈവം നമ്മളെ എല്ലാവരെയും അതാത് സ്ഥലങ്ങളിൽ കാത്തു സൂക്ഷിച്ച് ദൈവത്തിന്റെ വൻ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വീണ്ടും നമുക്ക് അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതിനായിട്ടാണ് നാം ഇന്ന് കൂടി വന്നിരിക്കുന്നത്. അത് കർത്താവിന്റെ കൃപ നിവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. വിവിധ പ്രോഗ്രാം ചെയ്യാനായിട്ട് കടന്നു വന്നിരിക്കുന്നവരെ കുറിച്ച് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം പ്രൈസ് ആൻഡ് പ്രയർ ചെയ്യുന്നത് സിസ്റ്റർ തങ്കമ്മ സാമാണ്. 2 പാട്ട് പാടാനായിട്ട് ജമീമ സാബു ഷിബു നമ്മുടെ അടുക്കൽ എത്തിയിട്ടുണ്ട്. പിന്നെ മെസ്സേജ് പറയുന്നത് സിസ്റ്റർ മേഴ്സി സുറിയക്കാണ്. പിന്നീട് നമുക്ക് പ്രയർ ടൈമാണ്. അത് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് പ്രയറിനായിട്ട് സിസ്റ്റർ ലതാ സുരേഷാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. എല്ലാ പ്രോഗ്രാമും നന്നായി നടക്കേണ്ടുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് പ്രൈസ് ആൻഡ് പ്രയർ ചെയ്യാനായിട്ട് സിസ്റ്റർ തങ്കമ്മ സാമിനെ ക്ഷണിച്ചോളൂ. താങ്ക് യു ലൂസ് കുട്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമായി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും കേൾക്കുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിക്കാത്ത ദൈവമായിരിക്കാൽ സ്തോത്രം. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതില്ല. നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ് കർത്താവേ. ഞങ്ങളെ ഈ ഭാഗ്യ പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കാൻ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യനായിരിക്കാൻ സ്തോത്രം. അവിടുന്ന് കർത്താവെ സ്വർഗീയ ഗണത്തിന്റെ ആരാധന സ്വീകരിക്കുന്ന ദൈവം. ഈ എളിയവരായ അടിയങ്ങളുടെയും ആരാധന സ്വീകരിക്കുന്നു. കാരണം അവിടുന്ന് ഞങ്ങളെ മക്കളാക്കി തീർത്തു. അതിന് അവിടുന്ന് കൊടുത്ത വില, അവിടുത്തെ പിതാവേ, അവിടുത്തെ പുത്രന്റെ അവസാന തുള്ളി രക്തം വരെയുമാണ്. പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപം അറിയാത്ത ആ ദൈവപുത്രന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്ന് ഞങ്ങളുടെ പാപക്കറ കഴുകി കളഞ്ഞു. ഓർത്ത് സ്തോത്രം. ഞങ്ങൾക്കത് എന്ന് ഓർക്കുവാൻ ഞങ്ങളെ മക്കളാക്കി തീർത്തു, പ്രിയ മക്കളാക്കി തീർത്തു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഒറ്റ സൂം പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് കർത്താവിന് സന്നിധിയിൽ തലവണക്കിയിരിക്കുന്നത്. കാരണം ഞങ്ങളെല്ലാം ദൈവ മക്കളാണ്, അവിടുത്തെ മക്കളാണ്, അവിടുത്തെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ വിലയേറിയ മക്കളാണ്. സ്തോത്രം കർത്താവേ, സ്തോത്രം. ഞങ്ങൾ ഇന്ന് കൂടി വന്നിരിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസം കൂടെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്നല്ലോ കർത്താവേ. ഇന്ന് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ കൂടി വന്നിരിക്കുന്നത് ഞങ്ങൾ കർത്താവേ പ്രാർത്ഥനയ്ക്കായിട്ടാണ്. അതിനുവേണ്ടി കർത്താവെ ഞങ്ങളെ കൂട്ടി വരുത്തിയിരിക്കുന്നു. ഇന്നും ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ്, പ്രാർത്ഥന കൂടി വരവ് അറേഞ്ച് ചെയ്യുവാൻ ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇടയാക്കിക്കൊണ്ട് സ്തോത്രം. അവിടുന്നാണല്ലോ ഇതെല്ലാം ഞങ്ങൾക്ക് നിവർത്തിച്ചു തരുന്നത്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അവരുടെ അത്യധികമായ അധ്വാനത്തെ അവിടുന്ന് മാനിക്കുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരും നന്ദിയുള്ള ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലിരുന്നു പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങളെ കഴിഞ്ഞ വെള്ളിയാഴ്ച കൂടി വന്നതിന് ശേഷം വീണ്ടും കൂടി വരുവാൻ ഇടയാക്കി. ഇത്രയും ദിവസങ്ങൾ അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. എത്രയോ പേർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എത്രയോ പേർ രോഗികളായി കർത്താവെ ഹോസ്പിറ്റലിലൊക്കെ സർജറി കഴിഞ്ഞും സർജറിക്കായി വെയിറ്റ് ചെയ്തും ട്രീറ്റ്മെന്റിലും ഒക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ഏതാണ്ട് കൂടുതൽ വിശേഷത ഉണ്ടായിട്ടല്ല കർത്താവെ, ഞങ്ങൾ കൂടുതൽ നല്ലവരായിട്ടുമല്ല, അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിച്ചത് ഓർത്ത് സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ കേട്ടത് ഞങ്ങളുടെ പ്രിയ പൈതൽ ഇവാഞ്ചലിസ്റ്റ് ബിനുവിന്റെ വൈഫ് കർത്താവെ ബീനായെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പൈതലിന് ഹാർട്ടിന്റെ പ്രയാസമാണെന്ന് കേട്ട് കർത്താവെ നാളെ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ
ഒന്നുമില്ല എന്ന് കേൾക്കുവാനിടയാക്കണം. ധൈര്യവും ബലവും അവിടുന്ന് കൊടുക്കണമേ. ആ പ്രിയ കുഞ്ഞുങ്ങൾ ആ മാങ്കുളത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അവിടുന്ന് മാനിക്കണമേ കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നുണ്ട്. സ്തോത്രം. അതുപോലെ ഷിബയുടെ കുഞ്ഞു പൈതലും കർത്താവെ, മോളും ഗാബി മോളും കർത്താവെ ചിക്കൻ ബോക്സിന്റെ പ്രയാസത്തിൽ കഴിയുന്നു. എന്നാൽ അവിടുന്ന് സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കയാൽ സ്തോത്രം. പ്രിയ ഷിബായെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഇത്രത്തോളം സൗഖ്യം അവിടുന്ന് തന്നു. നിന്റെ ദാസി പിന്നെയും ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു. എന്നാൽ ഇന്ന് അല്പശാരീരിക ക്ഷീണമുണ്ട്, അവിടുന്ന് അറിയുന്നുണ്ട്. സ്തോത്രം. അവിടുന്ന് എൻ്റെ മകളെ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് അത് ആവശ്യമാണല്ലോ കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇന്നിവിടെ പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന പ്രിയ ലൂസുകുട്ടിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളെ കർത്താവ് ഇതുവരെയും സൂക്ഷിച്ച് നടത്തുന്നു. വളരെയായിരിക്കുമ്പോഴും അവിടുന്ന് കൂടെയുള്ളതുകൊണ്ട് സ്തോത്രം. ആവശ്യമായ എല്ലാ ഗൈഡൻസും കൊടുത്ത് ആത്മാവിന്റെ നിറവിൽ കർത്താവെ ആയിരിക്കാനും ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി ദൈവാത്മാവിന്റെ നിറവിൽ ചെയ്യുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. 2 പാട്ടുകൾ പാടുവാനായിട്ട് ജമീബ ഷിബുനെ ഞങ്ങളുടെ മധ്യ കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞിന് യാതൊരു ടെക്നിക്കൽ പ്രയാസവും ഉണ്ടാകരുതേ കർത്താവേ. പാട്ടുകൾ ഞങ്ങൾക്ക് അത് പാടിത്തരുമ്പോൾ ഞങ്ങൾക്കത് ആത്മാവിന്റെ ഒരു ഉണർവിനും ശക്തിക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയാണല്ലോ, പാട്ട് പാടുവാൻ കഴിവ് കൊടുത്തിരിക്കുന്ന അനേകർ ഞങ്ങളുടെ മധ്യേ ഉണ്ട്. അവരൊക്കെ ഒന്ന് പാട്ട് പാടുമ്പോൾ ഞങ്ങൾക്ക് വളരെ ആത്മീയ ഊർജം ലഭിക്കുകയാണ് കർത്താവ്. അതോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം മെസ്സേജ് തരുന്ന മേഴ്സി സിറിയൊക്കെ സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവൾക്കും ആവശ്യമായ കർത്താവെ കൃപ കൊടുക്കണമേ. അവിടുത്തെ കൃപയിൽ ദൈവാത്മാവിന്റെ നിറവിൽ ഞങ്ങൾക്ക് ഇന്ന് വേണ്ടിയത് വിളമ്പിത്തരുവാൻ നിന്റെ മകളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താനുമായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് ഈ പ്രായത്തിലും തന്നെ സൂക്ഷിച്ച് പരിപാലിക്കുന്ന ഓർത്ത് സ്തോത്രം. കർത്താവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനുശേഷം ഞങ്ങൾക്ക് പ്രയർ റൂമിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അനേക വിഷയങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായി തന്നിട്ടുണ്ട്. ഞങ്ങളത് ഓർത്ത് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉത്തരം ലഭിച്ചതുപോലെ ഇനിയും ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാകുകയും ചെയ്യണമേ. ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന ലതാ സുരേഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളെയും പ്രതികൂലങ്ങളുടെ മധ്യേയും അവിടുന്ന് സന്തോഷമായ ആത്മീയ സന്തോഷം ധൈര്യവും കൊടുത്ത് നിലനിർത്തുന്ന ഓർത്ത് സ്തോത്രം. സുരേഷ് ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയമകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ അവിടുന്ന് ഒന്നാകെ അനുഗ്രഹിക്കണമേ. പിന്നെ ഇവിടെ തല ഉണക്കിയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ വയ്ക്കുന്നു. ഇതിന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയുടെ പ്രതികൂലം ഉണ്ടെങ്കിലും ഇന്ന് ഒരു തടസ്സവുമില്ലാതെ ഞങ്ങളുടെ ഈ മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാൻ ആദ്യോടന്തം അവിടുന്ന് കൂടെ ഇരിക്കണമേ കർത്താവേ. പ്രാർത്ഥനയിൽ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്, അവിടുന്ന് കേട്ടിരിക്കാൻ സ്തോത്രം. ഉത്തരമരുളുവാൻ അടിയന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അവിടുന്ന് ക്ഷമിച്ചു തന്ന് കർത്താവേ അവിടുന്ന് ഉത്തരമരുളി ഞങ്ങളെ സന്തോഷത്തോടെ പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല സ്തുതി അവിടുത്തെ സന്നിധിയിൽ വയ്ക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. താങ്ക് യു അമ്മ തങ്കമ്മ. നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. പാട്ട് പാടാനായിട്ട് ജമീമ ഷിബുവിനെ ക്ഷണിച്ചോളൂ. ആത്മീയ ഗീതങ്ങളെ 494 പാട്ടുപാട്. ഞാൻ എൻ്റെ കർത്താവിൻ സ്വന്തം സ്വരക്തത്താൽ താൻ എന്നെ വാങ്ങിയതാ.
ദയതോന്നി എന്നെ തൻ മകളാക്കി തീർത്തൊരു സ്നേഹം മറക്കാവതോ. ദയതോന്നി എന്നെ തൻ മകളാക്കി തീർത്തൊരു സ്നേഹം മറക്കാവതോ. കൃപയാലേ ദൈവം ക്രിസ്തുവിലെന്നെ കണ്ടു യുഗങ്ങൾക്കു മുന്നേ. കൃപയാലേ ദൈവം ക്രിസ്തുവിലെന്നെ കണ്ടു യുഗങ്ങൾക്കു മുന്നേ. അന്നേ ബലിയാകാൻ ദൈവ കുഞ്ഞാടിനെ കരുതി എനിക്കായവൻ. അന്നേ ബലിയാകാൻ ദൈവ കുഞ്ഞാടിനെ കരുതി എനിക്കായവൻ. ഞാൻ എൻ്റെ കർത്താവിൻ സ്വന്തം സ്വരക്തത്താൽ താൻ എന്നെ വാങ്ങിയതാൽ. തൻ മക്കളെ തൻ കൺമണി പോലെ ഉന്മയിൽ കാക്കുന്നതാലേ. തൻ മക്കളെ തൻ കൺമണി പോലെ ഉന്മയിൽ കാക്കുന്നതാലേ. കലങ്ങാതെയുലകിൽ ഞാൻ കുലുങ്ങാതെ ധൈര്യമായി അനുദിനം വാഴുന്നു. കലങ്ങാതെയുലകിൽ ഞാൻ കുലുങ്ങാതെ ധൈര്യമായി അനുദിനം വാഴുന്നു. ഞാൻ എൻ്റെ കർത്താവിൻ സ്വന്തം സ്വരക്തത്താൽ താൻ എന്നെ വാങ്ങിയതാൽ. ഒന്നേ എന്നാശ തൻ സന്നിധാനം ചേർന്നെന്നുമാനന്ദഗാനം. ഒന്നേ എന്നാശ തൻ സന്നിധാനം ചേർന്നെന്നുമാനന്ദഗാനം. പാടി പുകഴ്ത്തി തൻ മന്ദിരത്തിൽ ധ്യാനം ചെയ്തെന്നും പാർത്തിയിടണം. പാടി പുകഴ്ത്തി തൻ മന്ദിരത്തിൽ ധ്യാനം ചെയ്തെന്നും പാർത്തിയിടണം. ഞാൻ എൻ്റെ കർത്താവിൻ സ്വന്തം സ്വരക്തത്താൽ താൻ എന്നെ വാങ്ങിയതാൽ. ദയതോന്നി എന്നെ തൻ മകളാക്കി തീർത്തൊരു സ്നേഹം മറക്കാവതോ. ദയതോന്നി എന്നെ തൻ മകളാക്കി തീർത്തൊരു സ്നേഹം മറക്കാവതോ. പാട്ടുപുസ്തകത്തിലെ 367 പാട്ട്. കരുണാരസരാശേ കർത്താവേ കരളലിയേണം പ്രഭോ. കരുണാരസരാശേ കർത്താവേ കരളലിയേണം പ്രഭോ. യേശു മഹേശ ശാശ്വതനാഥ ആശിഷമാരി നൽകേണം ദേവ. യേശു മഹേശ ശാശ്വതനാഥ ആശിഷമാരി നൽകേണം ദേവ. കരുണാരസരാശേ കർത്താവേ കരളലിയേണം പ്രഭു. തിരുമൊഴിയാലി ജഗദഖിലം നീ രചിച്ച ദേവ പരമേശ. തിരുമൊഴിയാലി ജഗദഖിലം നീ രചിച്ച ദേവ പരമേശ. തിരുസവിധേ സ്തുതി ഗാനം പാടും അടിയങ്ങളെ നീ അനുഗ്രഹിക്കും. തിരുസവിധേ സ്തുതി ഗാനം പാടും
അടിയങ്ങളെ നീ അനുഗ്രഹിക്കൂ. കരുണാരസരാശേ കർത്താവേ കരളലിയേണം പ്രഭു. തിരുവചനം ഇന്നുമായി നൽകി ഉള്ളങ്ങളെ നീ ഉണർത്തണമേ. തിരുവചനം ഇന്നുമായി നൽകി ഉള്ളങ്ങളെ നീ ഉണർത്തണമേ. ആയിരം പാപികൾ മനമിന്ന് ഒരുക്കണമേ അങ്ങേ സ്വീകരിപ്പാൻ. ആയിരം പാപികൾ മനമിന്ന് ഒരുക്കണമേ അങ്ങേ സ്വീകരിപ്പാൻ. കരുണാരസരാശേ കർത്താവേ കരളലിയേണം പ്രഭു. താങ്ക് യു ജമീമ. മനോഹരമായ 2 പാട്ട് നമുക്ക് കേൾക്കുവാൻ ദൈവം സഹായിച്ചു. ഞാൻ എൻ്റെ കർത്താവിൻ സ്വന്തം സ്വരക്തത്താൽ താൻ എന്നെ വാങ്ങിയതായിട്ട് നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് പറയാം, ഞാൻ എൻ്റെ കർത്താവിൻ സ്വന്തം. ഇല്ലേ? നല്ല പാട്ടായിരുന്നു. 2 പാട്ടും വളരെ മനോഹരമായിരുന്നു. ദൈവം മോളെ കൂടുതലായിട്ട് സഹായിക്കട്ടെ. ഇനി അനേക പാട്ടുകൾ പാടി ദൈവജനത്തെ സന്തോഷിപ്പിക്കാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത പ്രോഗ്രാം നമുക്ക് പ്രധാന പ്രോഗ്രാമാണ്. പ്രധാന മെസ്സേജിലേക്ക് നമുക്ക് കടക്കാം. അതിനായിട്ട് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ മേഴ്സി സിറിയക്കാണ്. സിസ്റ്ററിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുള്ളൂ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു നല്ല ദിവസത്തില് നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നമ്മോട് കാണിച്ച വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങില് ഒരു സന്ദേശം നൽകുവാൻ തക്കവണ്ണം എന്നെ പരമേൽപ്പിച്ച സഹോദരിമാരെയും പ്രത്യേകിച്ച് ഷീബയെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നൽകുന്ന ഒരവസരവും നഷ്ടപ്പെടുത്തരുത്, ഏറ്റവും പ്രയോജനപ്പെടുത്തണം എന്നുള്ള ആ ഒരു താല്പര്യം, അത് നിമിത്തം ഞാൻ സിസ്റ്റർ ഷീബ വിളിച്ചപ്പോൾ യാതൊരു എതിരും പറയാതെ ഏറ്റെടുക്കുകയായിരുന്നു. എല്ലാവർക്കും എൻ്റെ അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചു. എല്ലാത്തിലും ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 19:14 അവിടെ നമ്മൾ വായിക്കുന്നത്, എൻ്റെ വായിലെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഇന്നത്തെ ഈ മീറ്റിങ്ങിലെ ചിന്താ വിഷയം, അത് ദൈവത്തിന് പ്രസാദവും നമുക്ക് പ്രയോജനവുമായി തീരുവാൻ ദൈവമക്കളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ആഗ്രഹിച്ച് ആവശ്യപ്പെടുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ദൈവവചനത്തിൽ നിന്ന് ആത്മാവ് എന്നെ പ്രേരിപ്പിച്ച വിഷയം 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങളാണ്. 1 പത്രോസ് 5-ന്റെ 8ഉം 9ഉം വാക്യങ്ങൾ നമുക്കെല്ലാം പരിചയമുള്ള ഭാഗങ്ങൾ തന്നെയാണ്. നമ്മൾ വചനത്തില് അറിവില്ലാത്തവരല്ല. പക്ഷെ വീണ്ടും ഓർപ്പിച്ചു ഉണർത്തുന്നത് അത് പ്രയോജനമാകും എന്ന് പത്രോസ് എഴുതിയിരിക്കുന്നത് പോലെ ഒന്ന് ഓർപ്പിച്ച് ഉണർത്തുവാൻ മാത്രമാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. 8-ാം വാക്യത്തിലെ നിർമ്മതരായിരിപ്പീൻ,
ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ഈ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. ദൈവമക്കളെ, പത്രോസ് പ്രബോധിപ്പിച്ച് ഉണർത്തുന്ന ഒരു വിഷയമാണ് നാം ഇവിടെ വായിച്ചത്. നമുക്കൊരു പ്രതിയോഗി ഉണ്ട് എന്ന്, അതൊരു സത്യമാണെന്ന് നാം അംഗീകരിക്കുകയും അവൻ അത് മറക്കാതെ ഏത് സമയത്തും സഹായത്തിനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അവനോട് എതിർത്ത് നിൽക്കാൻ കഴിയുള്ളൂ. ഒരു പ്രതിയോഗി നമുക്കുണ്ട്. പ്രതിയോഗിയുടെ ചില പ്രത്യേകതകൾ നമുക്കറിയാം. ഇവിടെ തന്നെ പറയുന്നത്, അവൻ അലറുന്ന സിംഹം പോലെ. പക്ഷെ പലപ്പോഴും നമ്മള് അവൻ അലറുന്ന സിംഹമാണോ എന്ന് സംശയിച്ചു പോകും. പക്ഷെ പോലെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ അതിന് കഴിവില്ല. അതുകൊണ്ട് അവന്റെ പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമതായിട്ട് അവൻ വഞ്ചകനാണ്. അവൻ വഞ്ചിച്ച് ഉപായത്താൽ സ്ത്രീയെ, ആദ്യത്തെ മാതാവിനെ ഉപായത്താൽ വഞ്ചിച്ചു. അതിനെ ഉപയോഗിച്ച അവന്റെ പ്രയോഗം എന്ന് പറയുന്നത് നുണയാ, കള്ളം പറഞ്ഞു. എന്താ അവൻ പറഞ്ഞ കള്ളം? ദൈവത്തെ പോലെ ആക്കാമെന്ന്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാ? ദൈവത്തെ പോലെ. ദൈവം ദൈവത്തെ പോലെ സൃഷ്ടിച്ചു. നാം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ദൈവത്തെ പോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം. പക്ഷെ പിശാച് അവളോട് നുണ പറയുവാണ്. ഈ പഴം തിന്നാല് നീ ദൈവത്തെ പോലെ ആകും. ഇന്നും അത് തന്നെ അവൻ പ്രയോഗിക്കുന്നുണ്ട് വിശ്വാസികളോട്. എങ്ങനെ? വഞ്ചന, കള്ളം. അതുകൊണ്ട് അവന്റെ കള്ളത്തരങ്ങള് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവ് പറഞ്ഞു, അവൻ നുണയനും കള്ളം പറയുന്നവനും അതിന്റെ പിതാവുമാണ്. അതുകൊണ്ട് നാം അവനെ വളരെ സൂക്ഷിക്കണം. അവൻ വഞ്ചകനാണ്. അവൻ നമ്മെയും ചതിക്കും. ചതിക്കുന്നവരുടെ ഒരു പ്രത്യേകത, നല്ല വാക്ചാതുര്യം ഉണ്ടായിരിക്കും, നന്നായിട്ട് സംസാരിക്കും. അതുകൊണ്ട് യോഹന്നാൻ 10:10 കർത്താവ് പ്രത്യേകം പറഞ്ഞു, അവൻ കള്ളനാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. അവൻ എന്തിനാ വരുന്നത്? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. വിശ്വാസികളുടെ അടുക്കലേക്ക് അവൻ വരുന്നത് വിശ്വാസികൾക്ക് വിലയേറിയത് എന്താണോ അത് മോഷ്ടിക്കാനാണ്. നിസ്സാരമായ കാര്യം മോഷ്ടിക്കാനല്ല കള്ളൻ ഒരു വീട്ടിലും ഒരു കാര്യത്തിലും ഒരു സ്ഥലത്തും ചെല്ലുന്നത്. വിലയേറിയത് എന്താണോ അതാണ് മോഷ്ടിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയത് എന്താണ്? നമ്മുടെ ആത്മീയമായ ഗുണഗണങ്ങളാണ് വിലയേറിയത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഗലാത്യർ 5:22 പറയുന്നുണ്ട് നമുക്ക് വിലയേറിയത് എന്താണെന്ന്. നമ്മുടെ ആത്മാവിന്റെ ഫലങ്ങളായ വിലയേറിയ വസ്തു, ഫലം, ആത്മാവിന്റെ ഫലം, അത് സന്തോഷം, സമാധാനം, അങ്ങനെ നമ്മൾ വായിക്കുന്നതായ ആ വിഷയങ്ങള് പിശാച് എന്ത് ചെയ്യും? നമ്മിൽ നിന്ന് എടുത്ത് കളയും. അത് അവനെ വളരെ തന്ത്രപൂർവ്വം അത് ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ സന്തോഷവും സമാധാനവും കളയാൻ അവൻ നമുക്ക് എപ്പോഴാണ് ഒരു തരം കിട്ടുക എന്ന്, നമുക്ക് അവന് പ്രവർത്തിക്കാൻ എപ്പോഴാണ് ഒരു തരം കിട്ടുക എന്ന് നോക്കിയാണ് അവൻ നടക്കുന്നത്. അവൻ തിരഞ്ഞു നടക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രയാസം, പ്രശ്നം വന്നു കഴിയുമ്പോൾ അത് അവൻ മുതലാക്കും. എങ്ങനെയാ? നമ്മളെ സന്തോഷം കെടുത്തിക്കളയുവാൻ, സമാധാനം കടത്തിക്കളയുവാൻ, നമ്മളെ ആകുലചിത്തരാക്കുവാൻ, സംശയിപ്പിക്കുവാൻ,
ദൈവത്തിൽ ആശ്രയിക്കാതിരിപ്പാൻ, വിശ്വാസം ദൈവത്തിൽ വെച്ചുകൊള്ളാതിരിപ്പാൻ ഒക്കെയും അവൻ വളരെ തന്ത്രപൂർവ്വം നമ്മോട് പ്രവർത്തിക്കും. അത് മാത്രല്ല, ഈ കള്ളനുള്ള പ്രത്യേകത യോഹന്നാൻ 10:1 പറയുന്നത് അവൻ വാതിലൂടിയിൽ വരില്ല. വാതിലിൽ കൂടി വരാത്തവനാണ്, വേറെ വഴിയായിട്ട് വരും. വാതിലാരാ? കർത്താവായ യേശു ക്രിസ്തു. സത്യം, വചനം. വചനത്തെ കോട്ടിക്കളയുക എന്നുള്ളതാണ് അവൻ ആദ്യം മുതൽ ചെയ്തത്. ദൈവം പറഞ്ഞ വചനത്തെ കോട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ മരിക്കയില്ല, ഈ പഴം തിന്നാൽ മരിക്കയില്ല എന്ന് ഹവയോട് പറഞ്ഞു. ദൈവം പറഞ്ഞ എന്താ? ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും. മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൽ നിന്നുള്ള വേർപാട്. വേർപാടാണ് മരണം. വാസ്തവമായി നാം ആണ് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് വേർപെട്ടവൻ. നമ്മെ രക്ഷിക്കാൻ, പാപത്തിന്റെ ശമ്പളമായ മരണം ഏറ്റെടുക്കാൻ നമ്മളെ കർത്താവ് മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് അവതരിച്ചു. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവത്തിന് മരിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താ? ദൈവ ആത്മാവാണ്. ദൈവം ആത്മാവായതുകൊണ്ട് ആത്മാവിന് മരണമില്ല. പിന്നെ എങ്ങനെയാ ദൈവത്തിന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ സാധിക്കുക? അതിനുവേണ്ടി നമ്മെ പോലെ ഒരു ശരീരം അവൻ എടുത്തു. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ആ ശരീരത്തിൽ വന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് മരിക്കാൻ കഴിയൂ. ആത്മാവിന് മരണമില്ല, ദൈവാത്മാവാണ്, ദൈവം മരിക്കില്ല. പക്ഷേ വേർപാടാണ് മരണം. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതാണ് മരണം. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ വേർപെട്ടതാണ് ഒന്നാമത്തെ മരണം. നമ്മളെ കർത്താവ് നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി ആ ഭയങ്കരമായ മരണം ഏറ്റെടുത്തു. അതിനായിട്ട് അവനൊരു ശരീരം എടുത്തു. മരിക്കാൻ വേണ്ടി, കഷ്ടത സഹിക്കാൻ വേണ്ടി. അല്ലാതെ നമ്മെ രക്ഷിപ്പാൻ വേറെ മാർഗം ദൈവത്തിനില്ലായിരുന്നു. അപ്പോൾ ഈ കള്ളൻ വരുന്നത് വാതിലിലൂടെ അല്ല, സത്യം പറഞ്ഞിട്ടല്ല. ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞ് ആ വിധത്തിൽ ഇന്നും വളരെ അധികമായിട്ട് ഈ കുഞ്ഞാടിനെ പോലെ ആണെങ്കിലും അവരുടെ ഉള്ളിലെ കള്ളന്റെ അനുഭവമുള്ള ആളുകൾ ഉണ്ട്. അപ്പോസ്തലൻ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, ദുരുപദേഷ്ടാക്കന്മാര് നിങ്ങളിൽ നിന്ന് പുറപ്പെടും. അവരെന്ത് ചെയ്യും? അവരെ വചനം കൂട്ടിക്കളയും. അവിടെ പിശാചാണ് അവരെ കയ്യിലെടുത്ത് പ്രവർത്തിക്കുന്നത്. നമ്മൾ വിചാരിക്കും സഹോദരനാണല്ലോ അല്ലെങ്കിൽ സഹോദരിയാണല്ലോ. പക്ഷെ വചനം വചനമായിട്ടല്ലാതെ അതിൽ കൂട്ട് ചേർക്കുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യുന്നവൻ കള്ളനാണ്. അത് മാത്രമല്ല, ദൈവവചനം കൊണ്ട് വ്യാഖ്യാനിക്കാതെ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട്, 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്, ദൈവം ലോകത്തിന്റെ ജ്ഞാനത്തെ ഭോഷത്വമാക്കിയില്ലയോ? ആ ലോകത്തിന്റെ ജ്ഞാനം എടുത്തിട്ട് ബൈബിളിൽ എഴുതി തരാത്ത, മറച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങള് ചേർത്ത്, അതിനോട് ചേർത്ത് ജ്ഞാനമാണെന്ന് വിചാരിച്ച് പലരും സംസാരിക്കുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് വചനത്തിലുള്ളതാണോ? അല്ലെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കരുത്, അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കാതെ 1 കൊരിന്ത്യർ 1:20 ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയിരിക്കുക. ഭാവനയിലല്ല വചനം ശുശ്രൂഷിക്കേണ്ടത്. വചനം വചനമായിട്ട് തന്നെ ശുശ്രൂഷിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം പിശാച് അവൻ തന്ത്രശാലിയാണ്, അവൻ വഞ്ചകനാണ്. അവൻ ഏത് വിധേനെങ്കിലും
ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിൽ കയറി ആടുകളെ ചെതറിച്ചു കളയുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നാം എപ്പോഴും ഓർത്തിരിക്കണം. കാരണം ഇത് ദുഷ്കാലമാണ്. അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള അനേക കാര്യങ്ങള് ഉണ്ടാകും എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രതിയോഗിയായ സാത്താൻ വഞ്ചകനാണ്, അവൻ നാശകനാണ്, അവൻ പിശാചാണ്, കുറ്റം ചുമത്തുന്നവനാണ്, അപവാദിയാണ്. അപവാദി എന്ന് പറയുന്നത് ഉള്ള കാര്യമൊന്നുമല്ല. അപവാദം പറയുക, ഇല്ലാത്ത കാര്യങ്ങള് ഭാവനയിൽ എന്ന് പറയുന്നതാണ് അപവാദം. അതുകൊണ്ട് അതും നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഇയ്യോബ് 1:2 നമ്മൾ ഈ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും പിശാച് ചെന്ന് ഇയ്യോബിനെ കുറിച്ച് കുറ്റം ചുമത്തുന്ന ഒരു സാഹചര്യം നമ്മൾ വായിക്കുന്നുണ്ട്. സത്യത്തില് ഇയ്യോബ് വളരെ നീതിമാനാണ്, കുറ്റമില്ലാത്തവനാണ്, നിഷ്കളങ്കനാണ്, യഹോവ ഭക്തനാണ്, ദോഷം വിട്ട് അകലുന്നവനാണ്, എല്ലാം ആണ്. ദൈവസന്നിധിയില് അവൻ ആ വിധത്തിലാണ് ആയിരിക്കുന്നതെന്ന് ദൈവം അവനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അത് എത്ര വലിയ സാക്ഷിയാണ്! മനുഷ്യന്റെ സാക്ഷിയല്ല, മനുഷ്യർ പറയുന്ന സാക്ഷ്യമല്ല, ദൈവം പറഞ്ഞ സാക്ഷിയാണ്. എന്നിട്ട് പോലും പിശാച് ദൈവത്തോട് ഇയ്യോബിനെ കുറിച്ച് അപവാദം പറഞ്ഞു, അവനെ കുറ്റപ്പെടുത്തും. എന്നാല് ദൈവം ഒരിക്കലും ഒരു വിശ്വാസിയെ അവന് വേണ്ടി വിട്ടുകൊടുക്കുകയില്ല. എത്ര കഷ്ടതയിൽ കൂടി കടത്തി വിട്ടാലും അതെല്ലാം ഇരട്ടി അനുഗ്രഹത്തിന് കാരണമാക്കി ദൈവം തീർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിശാച് വെളിപ്പാട് പുസ്തകത്തിലും സഹോദരന്മാരെ കുറ്റം പറയാനായിട്ട് ചെല്ലുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് 12:9 അവിടെ പിശാച് കുറ്റം പറയുക. പക്ഷേ പിശാച് കുറ്റം പറഞ്ഞാലും ദൈവം അതിനെ ചെവി കൊടുക്കുന്നില്ല. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ആളുകള് പലതരത്തിലുള്ള കുറ്റങ്ങള് നമ്മളെ കുറിച്ചും പറയും. പക്ഷെ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് അവരല്ലെന്നും പിശാചാണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് അനേക പ്രശ്നങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ജഡരക്തങ്ങളിൽ കൂടി പിശാച് ദൈവമക്കളോട് എതിരിടും. അതിനെക്കുറിച്ച് നമ്മൾ അറിവില്ലാത്തവരായിരിക്കരുത്. അവൻ നമ്മളെ തോൽപ്പിക്കരുത്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അപ്പൊ നാം കേൾക്കുന്നതായ അപവാദങ്ങളോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളോ തെറ്റായ വിധത്തിൽ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, സന്തോഷിപ്പ്, നിങ്ങളുടെ പ്രതിഫലം വലുത്. അപ്പോ അതുകൊണ്ട് പിശാച് എത്ര ശ്രമിച്ച് ദൈവസന്നിധിയിൽ ചെന്ന് കുറ്റം ചുമത്തിയാലും അവിടെ ദൈവമക്കളെ കുറ്റക്കാരായി ദൈവം കാണുന്നില്ല. കാരണം നമ്മെ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ്. പിതാവ് നമ്മളെ കാണുമ്പോൾ തൻ്റെ പുത്രനെയാണ് പുത്രനിൽ കൂടിയാണ് നമ്മെ കാണുന്നത്. അതുകൊണ്ട് നാം വളരെ ധൈര്യമുള്ളവരായിട്ട് ദൈവസന്നിധിയിൽ ജീവിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. സാത്താന്റെ പ്രവർത്തനം ഒരു വിശ്വാസിയിൽ തരം കിട്ടുന്നതനുസരിച്ചാണ്. എവിടെയാണ് വീക്ക്നെസ്, ഏതിൽ പിടിച്ചാലാണ് നമ്മളെ അവന് കീഴ്പ്പെടുത്താൻ പറ്റുക, തോൽപ്പിക്കാൻ പറ്റുക, നിരാശരാക്കാൻ പറ്റുക, ധൈര്യം കളയാൻ പറ്റുക, അത് അവനറിയാം, നമ്മുടെ സന്തോഷം കളയാൻ. അതുകൊണ്ട് വളരെ സൂക്ഷ്മത്തോടെ അവനെ തിരിച്ചറിയേണ്ടത് നമുക്ക് ആവശ്യമാണ്. അവൻ കൊണ്ടുവരുന്ന ചില ആയുധങ്ങൾ എന്ന് പറയുന്നത് സംശയം, നിരുത്സാഹം, നമ്മളെ ചിന്തയെ ദൈവത്തിൽ നിന്ന്, വചനത്തിൽ നിന്ന് തിരിച്ചുവിടല്, പരാജയ കുറ്റബോധം വരുത്തല്, കാലതാമസം. ഒരു നല്ല കാര്യത്തിനും അവൻ
അനുവദിക്കാതെ കാലതാമസം ഉണ്ടാക്കാൻ അവനെ കൊണ്ട് പറ്റും. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? നാം ഈ വിഷയങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം. അവൻ ദൈവവചനത്തെ സംശയിപ്പിക്കും. ദൈവം തരുന്ന നന്മകളെ കുറിച്ച് തൃപ്തിയില്ലാത്ത ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാക്കും, അതൃപ്തി. ഹവയ്ക്ക് ഉണ്ടായതാ. ഹവയ്ക്ക് കിട്ടിയതിനെ കുറിച്ചൊന്നും തൃപ്തിയില്ല. അരുതെന്ന് പറഞ്ഞത് മാത്രം തിന്നാലേ അവൾക്ക് തൃപ്തിയാവുക. ദൈവം നമുക്ക് തരുന്ന നന്മകളെ കുറിച്ച് നാം ബോധവാന്മാരായിരിക്കുകയും അതിനോടുള്ള ബന്ധത്തിൽ എപ്പോഴും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുക. നാം നന്ദിയുള്ള ഹൃദയമുള്ളവരായിട്ടിരിക്കുമ്പോൾ, ലഭിച്ചതായ നന്മകളെ ഓർത്ത് നന്ദി പറയുമ്പോൾ കൂടുതൽ കൂടുതൽ കൃപ ദൈവം തന്നുകൊണ്ടിരിക്കും. നന്മകൾ, അനുഗ്രഹങ്ങൾ അവൻ തന്നുകൊണ്ടിരിക്കും എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. ഇവിടെ നാം നമ്മെയും നമ്മുടെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളേണ്ടത് ആവശ്യമാണ്. നിർമ്മിതരായിരിക്കുക എന്ന പദത്തിന് അഹങ്കാരമില്ലാത്തവർ ആയിരിക്കുക. എപ്പോഴാണ് അഹങ്കാരം വരുന്നത്? എനിക്ക് ഞാൻ മതിയായവള, എന്നെ കൊണ്ടെല്ലാം സാധിക്കും, പിശാചു കൊണ്ടുവരുന്നൊരു ചിന്തയാണ്. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നത്, ഈ ഒരു ചെറിയ കാര്യത്തിന് പോലും നീ മതിയാകാത്തവൾ. ആ വാക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യത്തിന് പോലും നാം പ്രാപ്തരല്ല, മതിയാത്തവരാ, പ്രാപ്തിയില്ലാത്തവരാ. അത് നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മളെ ഹൃദയത്തിലെ താഴ്മയുണ്ടാകുന്നത്. ദൈവത്തിന്റെ കൃപയുടെ ആവശ്യം, ദൈവം സഹായിക്കേണ്ടതിന്റെ ആവശ്യം, ദൈവപ്രവർത്തി നമ്മിൽ വെളിവാകേണ്ടതിന്റെ ആവശ്യം. നാം കഴിവില്ലാത്തവരാ, നാം അപ്രാപ്തരാ. കർത്താവ് അത് വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ചെറിയ കാര്യത്തിന് പോലും പ്രാപ്തരല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യകത ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുക. നമുക്ക് കർത്താവിന്റെ സഹായം കൂടാതെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ നാം വായിക്കുമ്പോൾ, നിങ്ങൾക്ക് തനിയെ ഫലം കായ്പാൻ കഴിയില്ല, എന്നിൽ വസിച്ചിട്ടല്ലാതെ. പ്രാർത്ഥിക്കുമ്പോൾ നാം ചെയ്യുന്നത് കർത്താവിൽ വസിക്കുക. എന്തിനാ? ഫലം കായ്ക്കാൻ. ആർക്കു വേണ്ടിയാ? ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട്. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഫലം കായ്പാൻ നാം അവനിൽ വസിക്കണം. അതുപോലെ അവന്റെ വചനം നമ്മിൽ വസിക്കണം. രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് വചനം, രണ്ട് പ്രാർത്ഥന. രണ്ടും ഒന്നിച്ചും പോകുന്നു. രണ്ട് ചിറകുകളായിട്ട്, ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ പ്രാർത്ഥനയും വചനവും. അതെത്രത്തോളം നമുക്ക് സാധിക്കുന്നുവോ അത്രത്തോളം നാം ഫലമുള്ളവരാകും, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ പ്രാപ്തരാകും. പിന്നെ പറയുന്നത് ഉണർന്നിരിപ്പിൻ. 1 പത്രോസ് 5:8 തന്നെ ഉണർന്നിരിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവ് പല പ്രാവശ്യം സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്, ഉണർന്നിരിപ്പിൻ. യജമാനൻ വരുന്ന നാഴിക അറിയായ കൊണ്ട് ഉണർന്നിരിപ്പിൻ. മണവാളൻ വരുന്ന നാഴിക അറിയായ കൊണ്ട് ഉണർന്നിരിപ്പിൻ. അതുകൊണ്ട് നാം ഉണർന്നിരിക്കേണ്ട ആവശ്യം ഈ പിശാചിനെയും പിശാചിനോടുള്ള ബന്ധത്തിലും അവന്റെ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിലും നാം ഉണർന്നിരിക്കേണ്ടത് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമാണ്. അതുപോലെ കള്ളം വരുന്നത് നമ്മിലുള്ള നന്മകളെ എടുത്തു കളയുവാനാണെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 1 കൊരിന്ത്യർ 16:13 ഉണർന്നിരിപ്പേൻ, വിശ്വാസത്തിൽ നിലനിൽപ്പേൻ, പുരുഷത്വം കാണിപ്പേൻ, ശക്തിപ്പെടുവേൻ,
നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. സ്നേഹത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വ്യക്തിയോട് സുവിശേഷം പറയണമെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവിലേക്ക് നമ്മൾ കണ്ണു ചെല്ലണം. നമ്മളെ ഹൃദയം ആ വ്യക്തിയുടെ ആത്മാവ് നരകത്തിൽ പോയാൽ അനുഭവിക്കേണ്ടി വരുന്ന ദണ്ഡനങ്ങളെ കുറിച്ച്, യാതനകളെ കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മളെ ഹൃദയത്തിൽ ഭരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അവനോടൊരു മനസ്സലിവ്, ഒരു സ്നേഹം ഉണ്ടാവുള്ളൂ. ആ സ്നേഹത്തോടുകൂടി അവനോട് സുവിശേഷം പറഞ്ഞാൽ ആ വ്യക്തി അത് ഏറ്റെടുക്കും, അത് അവന് മനസ്സിലാവും. അതുകൊണ്ട് സ്നേഹത്തിൽ ചെയ്യുവിൻ. എന്തെല്ലാം സ്നേഹത്തിൽ ചെയ്യണം? സുവിശേഷം അറിയിക്കാൻ പ്രത്യേകമായിട്ടും നമുക്ക് ഈ നശിച്ചു പോകുന്ന ആത്മാക്കളുടെ അവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എപ്പോഴും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും. അല്ലാതെ നമുക്ക് അവരോട് സുവിശേഷം പറയാൻ പറ്റില്ല. പറഞ്ഞാലും അത് ഫലകരമാവണമെങ്കിൽ അത് സ്നേഹത്തിൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. കർത്താവ് പലപ്പോഴും ജനത്തെ കണ്ട് മനസ്സലിഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മനസ്സലിയുന്ന ഒരു ഹൃദയം, ഒരു മനസ്സ് നമുക്ക് ഏറ്റവും ആവശ്യമാണ്. അത് നമ്മുടെ ജീവിതത്തിലെ തെറ്റ് ചെയ്യുന്നവരോടും, തെറ്റിപ്പോകുന്ന യുവതി യുവാക്കന്മാരായാലും മക്കളായാലും സഹോദരി സഹോദരങ്ങളായാലും അവരോട് ഈ സ്നേഹത്തിൽ അവരെ നമ്മൾ സ്നേഹിച്ചിട്ടാണ് അവരോട് പറയുന്നത് അല്ലെങ്കിൽ തിരുത്തുന്നത് എന്നൊരു ബോധ്യം അവർക്കുണ്ടായാൽ അവർ നമ്മുടെ വാക്ക് തള്ളില്ല. അവർ നമ്മുടെ സ്നേഹം അവർക്ക് ഉറപ്പിച്ചു കൊടുപ്പിന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ. സ്നേഹം ഉറപ്പിച്ചു കൊടുത്താൽ അത് ചെയ്യുന്നതെല്ലാം സ്നേഹത്തിലാകുമ്പോൾ അവിടെ മഹത്വപ്പെടും. ദൈവാത്മാവ് ആ വ്യക്തിയിൽ ശക്തമായി പ്രവർത്തിക്കുവാൻ ഇടയാകും. പ്രതിയോഗിയായ പിശാച് അവൻ എപ്പോഴും പ്രതിയോഗിയാണ്. നമുക്കറിയാം ഹന്നയുടെ കാര്യം. ഹന്നയ്ക്കൊരു പ്രതിയോഗി ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് വളരെ ബോധ്യവതി ആയി. കാരണം എന്താ? അവൾ അത്രയ്ക്ക് വേദന അതുമൂലം അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് ആ ഹന്നയ്ക്ക് ഉണ്ടായതായ ഒരു ആവശ്യകത ദൈവസന്നിധിയിൽ ചെന്ന് അവളെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിലും നമുക്കും കർത്താവിനോടുണ്ടായിരിക്കേണ്ടതായ കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതായ ചില കാര്യങ്ങളാണ്. പ്രാർത്ഥിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സംഗതി എന്താണ്? നമ്മൾ ചെറിയ കാര്യത്തിന് പോലും പോരാത്തവരാണ് എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മളെ ഭരിക്കട്ടെ. ഒരു പ്രതിയോഗി ഉണ്ട് എന്നുള്ള ബോധം നമ്മെ ഭരിക്കട്ടെ. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായിട്ടിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നമ്മെ ശക്തീകരിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും നന്ദി. സിസ്റ്റർ മേഴ്സി, നമുക്ക് ആവശ്യമാർന്ന വചനം ദൈവം പ്രിയദാസിയിൽ കൂടെ നമുക്ക് ഇന്ന് നൽകി തന്നു. നമ്മളോട് പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പിശാച് നമ്മളെ തോൽപ്പിക്കുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. പിശാച് കള്ളനാണ്. പിശാച് നമ്മളെ അവന്റെ തന്ത്രത്തിൽ കുടുക്കുവാനായിട്ട് സമർത്ഥനാണ്. എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുകയായിരുന്നു. നമ്മളുടെ ആത്മീയ ഫലങ്ങളെ കെടുത്തിക്കളവാൻ തക്കവണ്ണം വളരെ തന്ത്രപൂർവ്വം നമ്മളോട് ഇടപെട്ട് നമ്മളെ തോൽപ്പിക്കാനായിട്ട് അവൻ നമ്മുടെ ചുറ്റും അലറുന്ന സിംഹം പോലെ നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയായിട്ടിരിപ്പാനും ദൈവസന്നിധിയിൽ ഭയത്തോടും ഭക്തിയോടും കൂടെ ദൈവവചനം അനുസരിച്ച് ജീവിപ്പാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.
ഇന്നത്തെ വചന കേൾവി നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇനി അടുത്തായിട്ട് നമുക്ക് പ്രയർ ടൈമാണ്. അതിനു മുമ്പായിട്ട് ഇന്ന് ഷിബ സഹോദരി പറഞ്ഞ ആ വിഷയം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. മാങ്കുളത്തുള്ള ബിനു എന്നുള്ള സഹോദരിയുടെ കാര്യം നമ്മൾ കേട്ടല്ലോ. ഒരു ആൻജിയോഗ്രാം എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് കേട്ടു. യാതൊരു കുഴപ്പമില്ലാതെ സൗഖ്യമായിരിക്കുന്നു എന്ന് കേൾക്കുവാൻ തക്കോണം നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണ സൗഖ്യ ആരോഗ്യം ദൈവം കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആ സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് തിരികെ. ഹലോ സിനി, സന്തോഷ് റൂം ഷെയർ ചെയ്യലേ? ചെയ്യാം ആൻറ്റി. ഓക്കെ. ആ